ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? ഇന്ന് ഞാനൊരു റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത് വെർസാച്ചിയുടെ ഡിലൻ ബ്ലൂ. ഞാൻ സാധാരണ എക്സ്പീരിയൻസ് ആയിട്ടാണ് വരാറുള്ളത്. ഇന്ന് ഈ പെർഫ്യൂം ഇതൊരു 4 ദിവസമായിട്ട് എൻ്റെ കയ്യിലുള്ളൂ. സോ എനിക്ക് ഇതിൻ്റെ പെർഫോമൻസ്, ഇതിൻ്റെ സെൻ പ്രൊഫൈല്, ആ വക വിഷയങ്ങളിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ആയെന്ന് മാത്രം, ഒരു കോംപ്ലിമെൻറ്റ് തരാൻ മാത്രം അല്ലെങ്കിൽ കിട്ടാൻ മാത്രമുള്ള ഒരു എക്സ്പോഷർ ആയിട്ടില്ല. സോ നമുക്ക് റിവ്യൂക്ക് കിടക്കാം. ഞാൻ ഒരു മുന്നേ ഒരു പ്രിജുഡൈസ് എടുത്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് വെർസാച്ചിയുടെ ഡിലൻ ബ്ലൂ. ഞാൻ ഏതോ കുറേ മുന്നേ ഈ പെർഫ്യൂം അടിച്ചു നോക്കുമ്പോൾ കുറേ പെർഫ്യൂമുകളുടെ ഇടയിൽ അടിച്ചതിൻ്റെ പേരിലാ തോന്നുന്നു എനിക്ക് അങ്ങനെ ഈ പെർഫ്യൂം അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പിന്നെ ഈ പെർഫ്യൂം ഞാൻ പല ട്രൈ ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു സാഹചര്യത്തിൽ ഇതാ ഒരാഴ്ച മുന്നേ ഈ പെർഫ്യൂം കിട്ടി. ഞാൻ ഒരാഴ്ച അടിച്ചു. പിന്നെ ഈ പെർഫ്യൂം കൊണ്ട് ഇഷ്ടമായി. ഈ പെർഫ്യൂം കുറച്ച് പറയാം. നമ്മുടെ മാസ് മാർക്കറ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിൻ്റെ, ബെല്ലാവിറ്റ, അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന കുറേ പെർഫ്യൂമുകൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് നമ്മുടെ എൻട്രി ലെവൽ ഡിസൈനർ പെർഫ്യൂംസ്. അറബിക് പെർഫ്യൂംസ് അവിടെ നിൽക്കട്ടെ, എൻട്രി ലെവൽ ഡിസൈനർ പെർഫ്യൂംസ്. ഇപ്പോൾ ടൈറ്റൻ്റെ പെർഫ്യൂംസ്, കാൽവിൻ ക്ലെയിൻ്റെ പെർഫ്യൂംസ്, ഫെറിഗാമോയുടെ പെർഫ്യൂംസ്, ഡീസൽ, പോലീസ്, അങ്ങനത്തെ ബ്രാൻഡുകളുടെ പെർഫ്യൂംസ്, മോൺ ബ്ലാങ്കിൻ്റെ തന്നെ എക്സ്പ്ലോറർ, ലെജൻഡ്, യുസിബിയുടെ കുറച്ച് പെർഫ്യൂംസ്, വെർസാച്ചിയുടെ തന്നെ ഡിലൻ ബ്ലൂ, ഡ്രീമർ, പോർഹോം, ഇഡിറ്റിയാണ് വെർസാച്ചിയുടെ കിട്ടുള്ളൂ. അങ്ങനെ ഒരു 2000-ന്റെ മുകളിൽ 5000-ന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂം. സാധാരണഗതിയിൽ ഒരു ബിഗിനർ എന്ന നിലക്ക് ഓക്കെ, ഈ 2000-ന്റെ മുകളിൽ ഉള്ള ഒരു വില എന്തായാലും അതൊരു സംഖ്യയാണ്, അതൊരു കൺസിഡറബിൾ എമൗണ്ട് ആണ്, നമുക്ക് വാല്യൂ ഉള്ള ഒരു സംഖ്യയാണ്. സോ നമ്മുടെ മൈൻഡിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. പക്ഷേ ഈ എക്സ്പെക്റ്റേഷന് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനർ ലെവലിലുള്ള പെർഫ്യൂംസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഭയങ്കര കുറവാണ്. നമുക്ക് പിന്നെ പറയാൻ പറ്റിയ ഏതെങ്കിലും വലിയ പെർഫ്യൂമിൻ്റെ അല്ലെങ്കിൽ 50 ml വല്ല ബോട്ടിലോ, YSL വൈയുടെ 65 ml, പക്ഷെ എന്നാലും 6500 വില ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും 60 ml 50 ml വല്ല ബോട്ടിലുണ്ടെങ്കിൽ അത് പറയാമെന്ന് മാത്രം. അല്ലാണ്ട് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു 100 ml ബോട്ടിലൊക്കെ ഇങ്ങനെ ഈ ഒരു വിലക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വിലയുടെ ഉള്ളിൽ നമ്മളൊരു എൻട്രി ബയർക്ക് കുറച്ച് എൻട്രി ബയറിനെ നമ്മൾ സാറ്റിസ്ഫൈ ആക്കുന്ന രൂപത്തിലുള്ള ഒരു സജഷൻ നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഈ പെർഫ്യൂം ഞാൻ ഒരാഴ്ച യൂസ് ആക്കി വെക്കുമ്പോൾ ഔട്ട് ഓഫ് ദി വേൾഡ് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാത്ത ഒരാൾ ഓക്കെ, സംഗതി ആദ്യമായിട്ടൊരു പെർഫ്യൂം ഇങ്ങനെ വാങ്ങിക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ലോകത്തില്ലാത്ത പ്രൊജക്ഷൻ, ലോകത്തില്ലാത്ത ലോങ്ജിവിറ്റി, എല്ലാവരും കമന്റ് പറയണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ആളുകൾക്ക് ഞാൻ പെർഫ്യൂം സജസ്റ്റ് ചെയ്യാറില്ല. അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തലമുണ്ട കടിക്കും, പിന്നെ നമ്മളെ തിരിച്ചു കുത്തും. അപ്പോൾ ഒരു നോർമൽ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ ഉള്ള ഒരാൾക്ക് ധൈര്യമായിട്ട് ഡിസൈനർ പെർഫ്യൂം ഇല്ല ഒരു എൻട്രി ലെവലിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം ആണ് വെർസാച്ചി ഡിലൻ ബ്ലൂ. സംഗതി ഇതിന് ഗ്ലോബലായിട്ട് ഭയങ്കര പോപ്പുലാരിറ്റിയും ഭയങ്കര ഫേമസും ആണ്. ഈ എന്താ പറയുക, നോട്ടിക്ക വോയേജൊക്കെ പോലെ ആളുകൾ ആ ഒരു കാറ്റഗറിയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂമാണ് നോട്ടിക്ക വോയേജ്, മോൺ ബ്ലാങ്ക് എക്സ്പ്ലോറർ. അതേപോലെ വാങ്ങിക്കുന്ന ആൾക്കാർ വീണ്ടും വാങ്ങിക്കുന്ന ആൾക്കാർ ഒരു എൻട്രി ലെവൽ ബയറിനെ ഭയങ്കര തൃപ്തിപ്പെടുത്തുന്ന ജ്യൂസ് ക്വാളിറ്റി കൊണ്ടും പെർഫോമൻസ് പറഞ്ഞ EDTയുടെ പെർഫോമൻസ് കൊണ്ട് കേട്ടോ. അതായത് ഞാൻ ഔട്ട് ഓഫ് ദി ബോക്സ് ഉള്ള ഒരു പെർഫോമൻസ് ഇല്ല, എന്നാൽ കൂടി തൃപ്തിപ്പെടുത്തുന്ന സെൻ പ്രൊഫൈൽ. ഒരു 10 സെക്കൻഡ് കേട്ടെ. ഫ്രഷ്നെസ് ആണ് സാറേ അവൻ്റെ മെയിൻ. ഫ്രഷ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വിധം പറ്റാത്ത ഫ്രഷ്നെസ് ഇടോ. നല്ല നമ്മുടെ മൈൻഡിന് പെട്ടെന്ന് റിലാക്സ് നൽകുന്ന, കാംനെസ് നൽകുന്ന, പെട്ടെന്ന് തന്നെ മൈൻഡിന് സന്തോഷത്തേക്ക് കൊണ്ടെത്തിപ്പിക്കുന്ന, അയ്യോ എന്തൊക്കെ നമ്മൾ ചില ബീച്ച് പോയിരുന്നാൽ കിട്ടുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ബീച്ച് ആയിരിക്കും, ചില ആളുകൾക്ക് ഇതൊക്കെ നമ്മുടെ മലമുകളിൽ പോയിട്ട് വ്യൂ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീല്. ആ ഒരു ഫീലിൻ്റെ 50%, അതായത് ഫുള്ള് ഫീൽ അത് കണ്ടാലേ കിട്ടുള്ളൂ. പക്ഷെ എന്നാൽ കൂടി നമ്മുടെ മൈൻഡൊക്കെ ഒരു പീസ് കൊണ്ടുവരുന്നുണ്ട് ഈ പെർഫ്യൂം.
നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ ഇതിന് ഈ പെർഫ്യൂം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണത് എന്നുള്ളത്. ഞാൻ ഈ ഒരാഴ്ചയായിട്ട് എൻ്റെ ആ പ്രിജുഡൈസിനുള്ള റിഗ്രറ്റാണ് എൻ്റെ ഈ ഒരു 4 ദിവസം ഈ ഒരാഴ്ചയിൽ ഞാൻ ഈ അടിച്ച പെർഫ്യൂം. കാരണം ഈ പെർഫ്യൂമൊക്കെ തരുന്ന ആ ഒരു കാംനെസ്സും ആ ഒരു ഇൻസ്റ്റൻറ്റ് ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടല്ലോ, അതൊരു ഫീലാണ്. അതവിടെ നിൽക്കട്ടെ. സോ സംഗതി പെർഫ്യൂം കൊനീഷ്യർട്ടും പെർഫ്യൂം കളക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഈ പെർഫ്യൂം എന്തായാലും ഉണ്ടാവും, അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടി ഒരു എൻട്രി ബയറിന് ഈ പെർഫ്യൂം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പെർഫ്യൂം തന്നെയാണ്. സെൻറ്റ് പ്രൊഫൈൽ ഇതിൻ്റെ നോട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഫ്രഷ്നെസ്സാണ്. വുഡി ഫ്രഷ്നെസ്, ഫ്രൂട്ടി ഫ്രഷ്നെസ്, സിട്രസ് ഫ്രഷ്നെസ്, ബെർഗമോട്ട് ഫ്രഷ്നെസ്സിൻ്റെ ഒരു കളിയാണ്. ഒരു അടിമുടി അടിക്കട്ടെ. അയ്യോ ഈ പെർഫ്യൂമൊക്കെ നമ്മളൊരു 10-20 അടിയൊക്കെ അടിച്ചിട്ടൊരു കല്യാണത്തിനൊക്കെ പോയി വരണം. നമ്മൾ അടുത്തുള്ള ആളുകൾക്ക് മുഴുവൻ നമ്മൾ പോസിറ്റീവ് എനർജി കൊടുക്കുന്നു. നമ്മൾ നല്ല ചിരിച്ച് കളിച്ചിട്ട് ആൾക്കാർക്ക് സംസാരിക്കുമ്പോൾ അവർക്കും ആ ഒരു പോസിറ്റീവ് എനർജി വൈബ് ഷെയർ ആവണ ഒരു സെൻറ്റ് പ്രൊഫൈൽ. ഔട്ട് ഓഫ് ദി ഷവർ സെൻറ്റ് പ്രൊഫൈൽ ഫ്രഷിൽ സംഗതി ആദ്യത്തിൽ ഓപ്പണിങ്ങിൽ നല്ലൊരു ബെർഗമോട്ട് ഉണ്ട്, സിട്രസി ബെർഗമോട്ട്, അതിന് കൂടെ ഒരു ഫ്രൂട്ടി നോട്ട്, ഒക്കെ ഫ്രഷ്നെസ് ആണ്. എല്ലാത്തിൻ്റെയും ഹൈയിൽ നിൽക്കുന്നത് ഫ്രഷ്നെസ് ആണ്. അതന്നെയാണ്. സോ കുറച്ച് ജനറിക് നേച്ചർ ഉണ്ട് പല പെർഫ്യൂംസിനായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഡിയോർ സവാഷ്, ബ്ലൂ ഡി ഷനേൽ, അതേപോലെ അർമാനിയുടെ ഏതൊരു പെർഫ്യൂം അതേ 1:1 ഒന്നുമല്ല, അതിൻ്റെ ഒക്കെ ഒരു റിസംബ്ലൻസ് എടുത്തുകൂടെ പോകുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് നല്ല ജ്യൂസ് ക്വാളിറ്റി കൊടുക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെൽ ക്രിയേഷൻ തന്നെയാണ്. ഇത് വെറുതെ അല്ല ഇത് ആൾക്കാരുടെ ഇടയിൽ ഇത് ഫേമസ് ആയിട്ടുള്ളത്. ജെറിമി അങ്ങനെ കുറെ ആൾക്കാർ ഇതിനൊക്കെ ഭയങ്കര റിവ്യൂ കൊടുത്തിട്ട് അതിന് മാത്രം ഉണ്ട് ഈ പെർഫ്യൂം. ഇനിയിപ്പോൾ ഒരാൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വിലയിലൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂം, ധൈര്യത്തോടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂം. കണ്ടീഷൻ അപ്ലൈ ഇത് ഹെവി ലാസ്റ്റിംഗ് പ്രൊജക്ഷനൊക്കെ നല്ല പ്രൊജക്ഷനാണ്. ആദ്യത്തെ ആദ്യത്തെ 1 മണിക്കൂർ നല്ല പ്രൊജക്ഷനാണ്. നമ്മളൊരു 10 അടിയൊക്കെ അടിക്കണം കേട്ടോ, വെറുതെ തടവി പോയിട്ട് കാര്യമില്ല, നന്നായിട്ട് അടിക്കണം. നല്ല പ്രൊജക്ഷൻ, ആരും ചോദിക്കും. ഇപ്പം തന്നെ ഞാൻ ഈ റിവ്യൂവിൻ്റെ ആ മുന്നത്തൊരു ടേക്ക് പോയപ്പോൾ എന്നിട്ട് അപ്പം ഞാൻ അടിച്ചേർന്നല്ലോ, ഒരാൾ വന്നിട്ട് എന്താണ് അടിക്കുന്നത് ചോദിച്ചു. അത് ഈ റൂം ഫില്ലിംഗ് പ്രൊജക്ഷനാണ്. അതിനുശേഷം ഒരു 2 മണിക്കൂർ നല്ല പ്രൊജക്ഷൻ, 1 മണിക്കൂർ ഒരു മോഡറേറ്റ് പ്രൊജക്ഷൻ താഴുണ്ട്, ഒരു 7 മണിക്കൂർ 8 മണിക്കൂറിൽ പെർഫ്യൂം തീർന്നു പോകുന്നുണ്ട്. പിന്നെ ഇതിലൊരു വുഡി നോട്ട് ഉണ്ട് ബേസിൽ കൂടെ, അതായത് ടോപ്പ് നോട്ടും മിഡിൽ നോട്ടൊക്കെ ഫ്രഷ്നെസ് ആണ്, ബേസ് നോട്ടിൽ കൂടെ പോണതാണ് ഒരു വുഡി നോട്ട്. പക്ഷെ അതൊരു ഒയഞ്ഞ വുഡി നോട്ടാണ്, നമുക്കത് ഒന്നിലും പെടുത്താൻ പറ്റുന്ന ഒരു നോട്ടല്ല. ഒരു വുഡി നോട്ട് എടുത്തു കൂടെ താഴത്തു കൂടെ അങ്ങനെ പോണ്ടെന്ന് മാത്രം, അതൊരു കാര്യത്തിൽ പെടൂല. അങ്ങനെ അത് 2-3 മണിക്കൂർ അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അടിക്കണം. അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് എപ്പോഴും ആ ഒരു ഇതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ. സോ ഒരു എൻട്രി ലെവൽ ബയ്യർക്ക് ഓൾ സീസൺ, അതായത് എല്ലാ ഒക്കേഷനുക്കും രാത്രി പകല് രാവിലെ ചൂടത്ത് വെയിലത്ത് തണവത്ത് എപ്പോൾ വേണമെങ്കിലും അടിക്കാൻ പറ്റുന്ന, മഴയത്താണെങ്കിലും കുഴപ്പമുണ്ടാവില്ല, നല്ല ഫീൽ ഗുഡ് തരുന്ന, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വില ഉണ്ട്. നിങ്ങൾ ബ്ലൈൻഡായിട്ട് വാങ്ങിക്കാൻ പറയില്ല. നിങ്ങളൊന്ന് മാളിലൊക്കെ പോകുമ്പോൾ നിങ്ങളൊക്കെ ട്രൈ ആക്കിയിട്ട് നിങ്ങളൊരു പെർഫ്യൂം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ സീസൺ പെർഫ്യൂമായിട്ട് ഓഫീസിൽ അടിക്കാട്ടോ, ഒന്നൊരു പ്രശ്നമില്ല. ഓഫീസിലടിക്കുക, വീട്ടിലടിക്കുക, എവിടെ അടിക്കുക, അടിച്ചു പൊളിച്ചടിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സെൻറ്റ് പ്രൊഫൈലുള്ള ഒരു പെർഫ്യൂം ആണ് വെർസാഷി ദിലൻ ബ്ലൂ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിട്ട് കാണാം.